നമ്മുടെ യുവജനങ്ങളെല്ലാം വിദേശങ്ങളിലേക്ക് കുടിയേറുകയാണ്. വിദേശങ്ങളിലേക്കുള്ള നമ്മുടെ യുവജനങ്ങളുടെ കുടിയേറ്റത്തിന്റെ കാരണം എന്താ? അവരെല്ലാം പൊന്നു വിളയിക്കാൻ പോകുന്നതല്ല. ഈ മാതാപിതാക്കള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിഭൂമിയും വീടും വീട് വെച്ച് 30-40 ലക്ഷം കടമെടുത്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങള് കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും കുടിയേറുകയാണ്. അവിടെ എന്തോ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമുണ്ട് എന്ന് വിചാരിച്ച്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവിടെ പോയ നമ്മുടെ യുവജനങ്ങള് ഇരുഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പോൾ തിരിച്ചു വരേണ്ട ഗതികേടിൽപ്പെട്ടിരിക്കുകയാണ്. ഒരു ജനത എങ്ങനെ സാമ്പത്തികമായി സമ്പൂർണമായും തകരുന്നു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഈ കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ സാമ്പത്തിക ഗതികേട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇനിമേ നമ്മുടെ മക്കൾക്കുള്ള ജോലി നമ്മൾ തന്നെ ഈ നാട്ടിൽ കണ്ടെത്തും. 40 ലക്ഷം രൂപ കടമെടുത്ത് കുഞ്ഞിനെ ഓസ്ട്രേലിയയ്ക്ക് വിടാൻ തീരുമാനിക്കുന്ന 4 മാതാപിതാക്കൾ ഒരുമിച്ച് ചേർന്ന് ആ പണം കൊണ്ട് ഇവിടെ ഒരു സംരംഭം ആരംഭിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സായിപ്പിന്റെ ഹോട്ടലിലെ പാത്രം കഴുകുകാരാക്കാനല്ല, മറിച്ച് നിങ്ങൾ ആരംഭിക്കുന്ന സംരംഭത്തിന്റെ സിഇഒയും MDയുമാക്കി മാറ്റാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. അവസാനമായി, സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. സീറോ മലബാർ സഭയില് എന്തോ വലിയ പ്രശ്നമുണ്ട്. സീറോ മലബാർ സഭ അങ്ങ് തകരാൻ പോവുകയാണ്, സഭ അങ്ങ് ആവിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുഴലൂതുന്നവരെ ഞാൻ ഈ പോലീസ് മൈതാനിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സഭയ്ക്ക് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല എന്ന് മാത്രമല്ല, ചൂട്ടി കത്തിച്ചാല് ഈ കടൽ വെള്ളം തിളക്കില്ല എന്ന് സാമൂഹിക മീഡിയയിലെ അനാവശ്യ എഴുത്തുകാര് മനസ്സിലാക്കുക. ഈ സഭയ്ക്കൊരു പിതാവും തലവനുമുണ്ട്. അത് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവാണ്. പിതാവ് പറഞ്ഞാൽ അങ്ങ് ചങ്ങനാശ്ശേരി രൂപതയുടെ അമ്പൂരി മുതല് ഇങ്ങ് കാസർഗോഡിന്റെ അറ്റം വരെ കേരളത്തില് സൗത്ത് കാനറയിലും ഈ ഇന്ത്യയിലെ മറ്റ് 18 രൂപതകളിലും ഇന്ത്യക്ക് വെളിയിലുള്ള രൂപതകളിലുമായിട്ട് 50 ലക്ഷം വരുന്ന സീറോ മലബാർ ക്രിസ്ത്യാനികള് ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുക. ഞങ്ങളുടെ ഇടയില് ചെറിയ ചില പ്രശ്നങ്ങളും തർക്കങ്ങളുമുണ്ട്. ആ തർക്കങ്ങൾ വെച്ച് സീറോ മലബാർ സഭയെ അങ്ങ് എഴുതിത്തള്ളാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കില് അവർക്കുള്ള മറുപടിയാണ് ഈ സമുദായത്തിന്റെ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള ഈ സമ്മേളനം എന്നുകൂടി വിചാരിക്കുക. പല രാഷ്ട്രീയക്കാരും അങ്ങനെ ധരിച്ചു വയ്ക്കാറുണ്ട്. പല നേതാക്കന്മാരും ഈ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ല, അവർ രാഷ്ട്രീയമായി അധികം വിലപേശലൊന്നും നടത്താത്തവരാണ്. ശരിയാ, ഞങ്ങൾ വിലപേശാറില്ല. പക്ഷേ കാര്യങ്ങൾ കണ്ടറിയാനും ആ കണ്ടറിഞ്ഞ കാര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനും ഇച്ഛാശക്തിയുള്ള സമുദായമാണ്. വിലത്തകർച്ചയുടെ ഗതികേടില് കാർഷിക വൃത്തി അസാധ്യമായ ഒരു സാഹചര്യത്തില് ഞാൻ പറയുകയുണ്ടായി, റബ്ബറിന് 300 രൂപ വില കിട്ടുന്ന തരുന്ന സർക്കാർ ഏതോ അവരെ ഈ സമുദായം പിന്തുണയ്ക്കും. ഞാനെന്തോ പറയാൻ പാടില്ലാത്ത അശ്ലീലം പറഞ്ഞു എന്ന മട്ടിലാണ് ഇന്നാട്ടിലെ നേതാക്കന്മാരെല്ലാവരും ഉറഞ്ഞു തുള്ളിയത്. ഈ സമുദായത്തിന്റെ സാമ്പത്തിക ശക്തിയുടെ അടിസ്ഥാന സ്രോതസ്
റബ്ബർ കൃഷിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് വെറും വാക്കായിട്ട് പറഞ്ഞതല്ല, അബദ്ധത്തിൽ പറഞ്ഞതല്ല, ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞതാണ്. റബ്ബറിന്റെ അടിസ്ഥാന വില ഈ പറഞ്ഞ തുകയ്ക്ക് അടുത്ത് നിശ്ചയിക്കാൻ ഏത് മുന്നണിക്കാണോ ആർജവത്വമുള്ളത് അവർക്ക് വോട്ട് തരാൻ ഒരു മെത്രാനും പറയേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഈ കർഷക ജനത വോട്ട് ചെയ്യുക തന്നെ ചെയ്യും എന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്രകാരം കർഷക ജനതയുടെ അതിജീവനത്തിന്റെ നിലനിൽപ്പിന്റെ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കേളികെട്ടുയരുന്ന വേദയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അത് കർഷകന്റെ ആവശ്യങ്ങളാണ്. അതിജീവനം ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ആവശ്യമാണ്. ആ ജനതയോട് ആവശ്യങ്ങളോട് ഭാവാത്മകമായി പ്രതികരിക്കുന്നവരോട് നമ്മളും ഭാവാത്മകമായി പ്രതികരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.